എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ അപ്പപ്പോ ചിരിച്ച് ചിരിച്ച് ഊപ്പാട് വന്നിട്ടുണ്ട് ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞാൽ അന്യരാജ്യങ്ങൾ തോറും ഇങ്ങനെ ഊരു ചുറ്റി നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. സരുണിമ എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. പേൻകോക്കർ സരുണിമ, അതാണ് ആ ഒരു കുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ. തലയിൽ പേൻ പിടിച്ചിട്ടാണോ എന്ന് അറിയില്ല പേൻകോക്കർ എന്ന് പേരുണ്ടായത്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ പേൻകോക്കർ ഇങ്ങനെ ഓരോ രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പോവുക മാത്രമല്ല, ഈ പേൻകോക്കർ പോകുന്ന വഴികളിലൊന്നും എന്താ പറയുന്നത്, വാഹനങ്ങൾ ഇല്ലെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ല. നമ്മളൊക്കെ ഒരു 6 മണി 6:30 7 മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീടുമായിട്ട് ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ പോലും ദൂരം ഉണ്ടാവില്ല. എന്നാൽ പോലും വീടെത്തുന്നത് വരെ ടെൻഷനാണ്. അയ്യോ ഇരുട്ടി 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 എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ പേൻകോക്കർക്ക് അങ്ങനെ യാതൊരുവിധ ഭയവുമില്ല. എവിടെയും പോവും, എങ്ങനെയും ജീവിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടൊന്നും ആരും എടുക്കണ്ട. ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും ജീവിക്കും എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ് നല്ലത്. പെൺകുട്ടികൾ അങ്ങനെയൊക്കെ വേണം എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. പക്ഷെ പണി മേടിച്ച് കഴിയുമ്പോൾ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല എന്നേ പറയാനുള്ളൂ. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പേൻകോക്കർ ആണെങ്കിൽ സ്വന്തമായിട്ട് ടാക്സി വിളിച്ചിട്ടൊന്നും യാത്ര ചെയ്യില്ല. പുള്ളിക്കാരത്തെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കയ്യും കാലും കാണിച്ച് വണ്ടി നിർത്തിച്ചിട്ട് അവരുടെ വണ്ടിയിൽ കയറി ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നത്. ലിഫ്റ്റ് അടിച്ചാണ് പുള്ളിക്കാരത്തി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ ഒരു പുള്ളിക്കാരനാണെങ്കിൽ അവിഹിതം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ആയിട്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഈ പുള്ളിക്കാരത്തിക്ക് ഏതാണ്ടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ചെയ്തെന്നോ പേടിച്ച് കരഞ്ഞു വിളിച്ചു. അതിനകത്തിരുന്നിട്ട് ആ ഒരു വീഡിയോ അങ്ങ് എടുത്തു. ആ എടുത്ത വീഡിയോ ആണെങ്കിൽ പുള്ളിക്കാരത്തി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നില്ല, അത് ജനങ്ങളെ മുഴുവനും കാണിച്ചു. പക്ഷേ എന്നാൽ പോലും പുള്ളിക്കാരത്തിയുടെ ഒരു വിശാലമായിട്ടുള്ള മനസ്സെന്ന് പറയുന്നത് ആ ഒരു പുള്ളിക്കാരൻ ഏതാണ്ട് കുക്കുംബറോ ഏതാണ്ട് കൊടുത്തവർക്ക് അത് നോക്കിക്കൊണ്ടിരുന്ന വീഡിയോ എടുത്തിട്ട് ഒരു ഉളുപ്പും കൂടാതെ തന്നെ പുള്ളിക്കാരത്തിക്ക് പോവേണ്ട സ്ഥലം വരെ അവർ ക്ഷമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ റാപ്പർ ചെക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവന്മാർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് അവന്മാർ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ദേ ഇപ്പൊ പുള്ളിക്കാരത്തി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ നീഗ്രയുടെ മസാജ് സെന്റർ ആണെന്ന് തോന്നുന്നു. സെന്റർ ആണോ എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഒരു വിജനമായിട്ടുള്ള ഒരു തടാകമൊന്നും പറയാൻ പറ്റില്ല. തോടുമല്ല, തടാകമല്ല, കടലുമല്ല, കായലുമല്ല, എന്തുവാടെ അത് സംഭവം എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ നമുക്കറിയാം നല്ല തണുപ്പാണെന്നറിയാം. അങ്ങനെ പുള്ളിക്കാരത്തി വരികയാണ്. പുള്ളിക്കാരത്തി വന്നിട്ട് നമ്മുടെ ഉണ്ണിയാർച്ചയെ പോലെ ഒരു ടവൽ വെച്ചിട്ട് മേല് ഭാഗത്ത് വെച്ചൊരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം പുള്ളിക്കാരത്തി അവിടെ കിടക്കുന്നു. അങ്ങനെ പുള്ളിക്കാരൻ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മസാജ് ചെയ്യുന്നു. കയ്യില്, കാലില്, മുതുകത്ത്, അങ്ങനെ മസാജ് ചെയ്യുകയാണ്. ഈ മസാജിന്റെ ഇടയിൽ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണോ ഈ വാഴയില വെച്ചിട്ട് ഇങ്ങനെ വീശി ഇരിക്കുന്നത്, എന്തിനാണെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ ചിലപ്പോൾ വെറും ഒരു പ്രഹസനങ്ങളായിരിക്കും. പൈസ മേടിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോലങ്ങൾ കാണിക്കണ്ടേ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി അവിടെ കിടന്നങ്ങ് ഈ ഒരു മസാജിന്റെ ആ ഒരു ഇതിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം നമ്മൾ യോഗ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് വരുന്ന ഒരു ശവാസനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ശവാസനത്തിൽ കിടക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു മസാജ് ചെയ്തതിന്റെ ആ ഒരു ഇതിൽ പുള്ളിക്കാരത്തി കിടന്നങ്ങ് ഉറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നല്ല അടിപൊളിയായിട്ട് മസാജും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു മസാജ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പുള്ളിക്കാരത്തി ഈ പറയുന്ന പുള്ളിക്കാരനെ യാത്രയൊക്കെ പറഞ്ഞ് ചോദിച്ച പണമൊക്കെ കൊടുത്തു അവിടെ നിന്ന് പോയി. അപ്പോൾ നമ്മുടെ റാപ്പറിന് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. പുള്ളിക്കാരനും എന്ത് ചെയ്തു, ഞാൻ മാത്രം മിണ്ടാതിരിക്കുന്നത് എന്തിനാണ്, എനിക്ക് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കും പ്രതികരിക്കണം, അല്ലെങ്കിൽ എനിക്കും ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ 2 വാഴയിലും വെട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ്റെ വക നല്ല രീതിയിൽ ഒരു മസാജും സാധനങ്ങളും ഒക്കെ അവിടെ നടത്തി, നല്ല രീതിയിലൊരു മസാജ് അവിടെ നടത്തുകയാണ്. അതുമാത്രമല്ല, എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ കണ്ടിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയായിട്ട് വന്നോ, കണ്ടോളൂ ഈ ചെക്കന്മാർ എന്താണ് കാണിക്കുന്നതെന്ന്. നമസ്കാരം, ഞാൻ സുരിനിമ. ഞാനിപ്പോൾ ആഫ്രിക്കയിലുള്ളൊരു ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലാണ് ഉള്ളത്. ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന മസാജിനാണ് പോകാൻ പോകുന്നത്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം ബാക്കിൽ ബാഗ് ഇട്ട് നടന്നിട്ട് എൻ്റെ ഷോൾഡറൊക്കെ ആകെ പോയി കിടക്കണം. അപ്പോൾ നല്ലൊരു ഓപ്പൺ ബാത്ത്, നല്ലൊരു മസാജ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോഴൊക്കെ പോയാലോ, കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്.
അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ചെന്നിട്ട് നമ്മുടെ മസാജ് ചെയ്യുന്ന ആ ഒരു സ്പേസ് കാണാം. കാരണം ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് നമുക്ക് ഈ മസാജിൻ്റെ സംഭവം ഉള്ളത്. അപ്പോൾ വെള്ളച്ചാട്ടം ഒക്കെ ആസ്വദിച്ച് നല്ല രീതിയിൽ നമുക്ക് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് കാണാം. അല്ലേ ഭയങ്കരമായിട്ട് നമുക്ക് എടുക്കാനുള്ള സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇതിലൊരു കാവൽക്കാരനായ നായക എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് ഇപ്പോൾ മസാജ് ചെയ്ത് തരാൻ പോകുന്ന ആളെന്ന് കാണുന്നുണ്ടാക്കാം. ഓ അത് ഭയങ്കര ചുള്ളനാട്ടാ. എന്തൊരു രസമുള്ള സ്റ്റോസ് എന്തൊരു ബോഡി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓ വെൽക്കം. വന്നിട്ടും ഓക്കെ Afrika Charan. Yes, Afrika Charan. So good, Charan. Koch Malaria, because it's good. Nice moment, nice meeting. മനസ്സിലെന്ന് ഈ ചേട്ടൻ കാരണം ഈ ചേട്ടൻ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കൈയൊക്കെ ഭയങ്കര ഹാർഡായിരിക്കുന്നത്. Can I touch your hand? Oh, okay. വളരെ സോഫ്റ്റ് ആയിട്ട് അപ്പോൾ മസാജിങ് നല്ല രസമുണ്ടായിരിക്കും ചേട്ടാ. Yes, massaging, too much massage. It's too much massage. Body massage, proper massage. Okay, proper massage. മച്ചനെ വന്നപ്പോൾ നമുക്ക് ആനിക്കാൻ വേണ്ടി തന്നത് ഈ ചേട്ടൻ ഇത്രയും വലിയ സാധനം ഇത് വെച്ചിട്ട് എന്തൊക്കെ ജോലി അറിയാൻ പറ്റില്ല. ഈ ചേട്ടൻ ഇങ്ങനത്തെ സാധനം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തന്നെ വേണ്ടത്. Please, this seat, 1 minute. You sit. You straight sit. Sit. This is putting here. Yes, sit. Okay. Stylish, yeah. നല്ല രസമുള്ളൊരു ഏർപ്പാടാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തില്ല. കാരണം ഇവിടെ ഒരു പച്ചപ്പും ഹരിതാപരൊക്കെ ഉണ്ട്. Yeah, it's nice hair. Oh, thank you. So what this is what? This is my signature. Signature? Yeah. So reaction? Reaction. Okay. Childhood time. Good body. This is a rubber body. Some eye meal massage, too much complete cleaning. Okay. So trans. എനിക്ക് ഫുൾ മസാജ് ചെയ്തിട്ട് കംപ്ലീറ്റ് തന്നെ ഹീലാക്കി തരാൻ വേണ്ടിയുള്ളത്. This one remove. Oh yes. 1 minute. Sorry. Remove. Oh wow! This is Kerala style. Unnepam. Not unnepam. This is Panimathan. Upar unnepam. Oh yes, unnepam. Nice. Good. My settings. Wow. I will sleep. Oh, I see. Also, good body. This is fine. This is moment. This is like this. This one. Why is this body? Wow. What is you doing? This is massage time. Okay. This is good oil. This is quality oil. This is body is making is good moment, good body transversal. Okay. Right? ഞാൻ മലയാളത്തിൽ സംസാരിക്കാം. കുറച്ച് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ബാക്ക് ഇന്ത്യൻ പൊറോട്ട മാവ്. ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും വന്നിട്ട് ഞാൻ എന്നെ കൊണ്ടൊന്നും മസാജ് ചെയ്തിരിക്കുന്നത് രസം അറിയോ? What sound? This is my permanent sound. Wow. What is sound? Wow. Hoya. Shagada. നല്ല രസമുള്ള മസാജ് ചെയ്യാനുണ്ട്. നല്ല രസമുള്ള മസാജ്. Wow. Super body. ഞാൻ കാലം മാറ്റിക്കിട്ടെ. Oh yes, please കാലം പൊളിച്ചു. I mean, please. Oh, what is this? Why? So big. Okay. Elephant to be kind. Okay. Good body. Massage under. Wow. No, not like that. This is my work. This is my work. Okay. Wow. Very good moment. It's a mouth cleaning massage. Okay. Wow. Super. Focus for the massage. ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി. കാരണം ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ മസാജ് കിട്ടിയപ്പോൾ ജീവിതം തന്നെ മാറിപ്പോയി. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഹാപ്പി എൻഡിങ് ഉണ്ട്? ഹാപ്പി എൻഡിങ് today I'm meeting sleeping. It's my room. But yes, I want to that. Okay. But I settle the mouth and my WWX small type is push it. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഈ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഒരു നല്ല രീതിയിൽ മസാജ് ചെയ്ത് തരുന്നതിന് വിചാരിച്ചു. പക്ഷേ നല്ല രീതിയിലുള്ള മസാജിങ് ആയിരുന്നു. താങ്ക് യു ഫോർ ദ മസാജ്. Thank you. Okay. No. Okay. എന്താ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഈ ആഫ്രിക്കാണ് എൻ്റെ അടുത്ത് വന്നിട്ട് മസാജ് ചെയ്ത് നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോകും. വളരെ എക്സൈറ്റ്മെന്റ്. Hi. Okay. What is you doing? Good moment. Oh, you mean this like this വെച്ചു? നേരെ വെച്ചു? Yes. Okay. Me also. Okay. പോട്ടെ. വാ. ഞാൻ മലയാളം നിങ്ങൾ വിളിച്ചില്ല. പിന്നെ സുഡാൻ ലുക്കിലാണ് കുഴപ്പമില്ല. പക്ഷേ പീസ്. പക്ഷേ പിടുത്തത്തിൽ നല്ല ആർക്കും നല്ല പെരുമാറിയുള്ള ബോഡി നല്ല പിടിച്ച കുഴിയോടൊക്കെ അറിയാം ആർക്കും നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. പിന്നെ ആ കാലത്ത് നമ്മൾ ടൈപ്പിലേക്ക് കാലെത്തുന്നത് അപ്പം കുഴിയുമ്പോൾ നമുക്ക് ആരുടെ മിക്കൈ പോലത്തെ മോഡലുള്ള സാധനം ഡിസൈൻസ് ഒക്കെ കണ്ടു. അതൊക്കെയാണ് കുഴപ്പമില്ല. പക്ഷേ നല്ല കുട്ടിയാണ് ഗുഡ്. ഞാനും ഇത് ഞാൻ വേറെ ഇത് പത്താ വരട്ടെ അടുത്ത് നന്നായി മസാജ് ഗുഡ് മസാജിങ്. അപ്പോൾ അതിന് ആരെങ്കിലും ഫുൾ ബോഡി മസാജ് കഴിഞ്ഞു. ഞാൻ എവിടെ സന്തോഷം പറയാൻ എനിക്കറിയില്ല. അങ്ങനെ ഒരു മസാജ് ആ കൈ കൊണ്ട് ബലിഷ്ടമായ കൈ കൊണ്ട് എൻ്റെ ശരീരം മൊത്തം തഴുകി തന്നു. ജീവിതത്തിൽ ഇതുവരെ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മസാജ് ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ പേര് സുരിനിമ. ഞാൻ ഇനി ആഫ്രിക്ക വിട്ട് പോവില്ല. കാരണം എന്താ അറിയോ? അണ്ണൻ്റെ ഒരു ഐറ്റം ഉണ്ട്. സൂപ്പർ സാധനം. ഇഷ്ടമായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആഫ്രിക്കയിൽ ചെയ്യാൻ എൻ്റെ മസാജിങ്. നാട്ടിൽ വേറെ എന്തെങ്കിലും മസാജ് ചെയ്യാൻ കാര്യമില്ല. നിങ്ങൾ വന്ന മസാജ് ചെയ്യണമെങ്കിൽ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പെയിൻ കോക്കർക്ക് പോലും നാണക്കേട് തോന്നിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെയിൻ കോക്കർക്ക് ഉറപ്പായിട്ട് നാണക്കേട് തോന്നിയിട്ടുണ്ടാവും. കാരണം എന്തായാലും ഈ ചെക്കന്മാരുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പെയിൻ കോക്കർ നാണം കെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മക്കളെ, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും നിങ്ങൾ ചില സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം ഓവർ ആവുന്നുണ്ട് കേട്ടോ. അതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും.
വളരെ നല്ല വീഡിയോസുകളാണ് ഇവരുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ. നമുക്ക് വളരെയധികം ടെൻഷൻ അടിച്ചിരുന്നാൽ പോലും ഇവരുടെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ചിലതൊക്കെ കാണുമ്പോൾ വെച്ചാൽ അടിച്ച് പറ്റിച്ചു കൊടുക്കാൻ തോന്നും കേട്ടോ. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ അത്രയധികം നമുക്ക് ദേഷ്യം വരും. അമ്മാതിരി എന്താണ് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാണ്ടാക്കൂ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ പറഞ്ഞു ഓവറാക്കി ചളമാക്കി കുളമാക്കി നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. അങ്ങനെയും ചെയ്യും ഈ ചെക്കന്മാർ. അപ്പോൾ എന്തായാലും വളരെ 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 ഉയരങ്ങളിൽ എത്തട്ടെ. വളരെ നന്നായിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോകൾ. പക്ഷേ ചിലതൊക്കെ കുറച്ച് ഓവറാണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും